ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കുറച്ച് ടെക്നിക്കൽ വശങ്ങളാണ്. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കി, കുറച്ച് ടെക്നിക്കൽസ് മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ച് വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചാർട്ടിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ വേണം. നമ്മൾ കുറച്ച് മുമ്പ് ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രം നമുക്ക് പോരാ. നമുക്ക് ചാർട്ടിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ചാർട്ടിൽ ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വേണം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. സോ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ്. അതായത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ടൈപ്സ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ കുറച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നതും നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതും. ഓക്കെ, സോ ലെറ്റ്സ് ഇതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? നമ്മളൊരു ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിക്കെന്ന് വിളിക്കും. കളേർഡ് പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ബോഡി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ കളേർഡ് പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ബോഡി എന്ന് വിളിക്കും. കളേർഡ് അല്ലാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? നീഡിൽ ലൈക്ക് സ്ട്രക്ചറെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ വിക്കെന്ന് വിളിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം എന്താണ് പ്രൈസ് താഴെ നിന്ന് ആണ് വിക്ക് ഫോം ചെയ്തിട്ടുള്ളത്, മുകളിലാണ് ബോഡി ക്ലോസ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ബോഡി ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ പ്രൈസ് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ വിക്ക് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ വിക്ക് റിജക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ്സ് ആക്ച്വലി എ റിജക്ഷൻ. അതുകൊണ്ടാണ് വിക്ക് റിജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ലെറ്റ്സ് സേ നമുക്കിതൊരു പ്രൈസ് 4315. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഇസ് 4319. ഓക്കെ, അതായത് മാർക്കറ്റ് 4315 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 4315 എന്ന് പറഞ്ഞ പ്രൈസ് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടുന്ന് റിജക്റ്റ് ചെയ്തിട്ട് എന്തായതാണ്? മുകളിലോട്ട് പോയിട്ട് ബോഡി ക്ലോസ് ചെയ്താണ്. ബിക്കോസ് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ആരുടെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ആരുടെ വോളിയം കൂടി? മാർക്കറ്റിലെ ബയേഴ്സ് കൂടി. അതുകൊണ്ടാണ് ഇവിടെ വരെ വന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലായിട്ട് ബോഡി ക്ലോസ് കിട്ടിയത്. സോ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അവിടെ നമുക്ക് പറയാം എന്താണ്? ഹ്യൂജ് ഇമ്പൾസീവ് ബയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അവിടെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ ബയേഴ്സ് ആർ എൻറ്ററിങ് ദ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് മാർക്കറ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഹാമർ ക്യാൻഡിൽ എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിനെ വിളിക്കുന്ന പേരാണ് ഹാമർ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ വരുന്നത്, ഇവിടെയാണ് ക്ലോസ് വരുന്നത്. പക്ഷേ പ്രൈസ് എവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു? ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ലോ, ഇതാണ് ഹൈ. ഓക്കെ, ഇത് ഓപ്പൺ, ഇത് ക്ലോസ്. സോ റിജക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതായത് വിക്ക് റിജക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്യാൻഡിൽ സ്റ്റിക്സിലോട്ട് പോവാം. ലെറ്റ്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ്. അതായത് ഇവിടെ എന്താണ്? ഇവിടെ ഗ്രീൻ അല്ല, ബോഡി മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ എന്താ സംഭവിച്ചത്? ബോഡി താഴെയാണ് ക്ലോസ് ചെയ്തത്. സോ ഇവിടെ നേരെ ഉൾട്ട. അവിടെ എന്താണ് അപ്പോൾ വരുന്നത്? സെല്ലേഴ്സ് ആർ എൻറ്ററിങ് ദ മാർക്കറ്റ്. അതായത് പ്രൈസ് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സേ വൺ എക്സാമ്പിൾ 4319. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് 4315. അതായത് മാർക്കറ്റിൽ പ്രൈസ് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, 4319 വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ നിന്ന് വീണ്ടും റിജക്റ്റായി. ബിക്കോസ് എന്തായിരുന്നു? ആ 4319 എന്ന് പറഞ്ഞ പ്രൈസ് ലെറ്റ്സ് ഇറ്റ് ആസ് എ സപ്ലൈ സോൺ. അതായത് ഒരു പ്രീമിയം പ്രൈസാണ് ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം. സോ ഒരു ട്രേഡേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് അതൊരു പ്രീമിയം പ്രൈസിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാണ്? ദേ ആർ എൻറ്ററിങ് ഇൻ ടു എ സെൽ ട്രേഡ്. അതായത് ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ അവിടെ എന്ത് സംഭവിച്ചു? സെല്ലേഴ്സ് ഇമോഷൻസ് ആർ എഫക്റ്റിംഗ് ദ മാർക്കറ്റ് ആൻഡ് ദ പ്രൈസ് ഇസ് ട്രൈങ് ടു കം ഡൗൺ. അത് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തിട്ട് അത് ആ ബോഡി മാറിയിട്ട് എന്തായി മാറും? അവിടെ ഒരു വിക്കായിട്ട് ഫോം ചെയ്യും. ഫസ്റ്റ് ഇവിടെ വരെ ബോഡി പോകുന്നുണ്ടായിരുന്നു, പിന്നെ അതെന്ത് സംഭവിക്കും? ഒരു വിക്കായിട്ട് മാറിയിട്ട് ബോഡി ഇവിടെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഈ ഒരു റിജക്ഷൻ ക്യാൻഡലിൻ്റെ പേരാണ് എന്ത് വരുന്നത്? ഷൂട്ടിംഗ് സ്റ്റാർ. അതായത് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹാമർ എന്ന് വിളിക്കും, ബിയറിഷ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് പറയാം. ഓക്കെ,
ലെറ്റ്സ് ഡ്രോ ഒരു ബിയറിഷ് ക്യാൻഡിൽ നമ്മൾ വരച്ചു. ഓക്കെ, നമ്മളൊരു ബിയറിഷ് ക്യാൻഡിൽ വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് വരച്ചു? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ബിയറിഷ് ക്യാൻഡലിൻ്റെ ഹൈ ഇതാണ്, ലോ ഇതാണ് അല്ലേ? ആ ഹൈയും ലോയും കംപ്ലീറ്റ്ലി എന്ത് സംഭവിക്കുകയാണ്? കവർ ചെയ്യണം ആര്? നെക്സ്റ്റ് ക്യാൻഡിൽ അല്ലേ? ലൈക്ക് ഇറ്റ്സ് ഫുള്ളി കവറിങ് ഇറ്റ് അപ്പ്. സോ നമുക്ക് അതിനെന്ത് വിളിക്കുക? ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിലിനെ വിളിക്കുന്ന പേരാണ് എൻഗൾഫിങ് ക്യാൻഡിൽ. ബട്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരിക? ഐ വിൽ ഡ്രോ ആൻഡ് ഷോ. നമുക്ക് ഫസ്റ്റ് ഒരു ആര് വരുന്നു? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നു. അതിനുശേഷം നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ വരുന്നു. ബിയറിഷ് ക്യാൻഡിൽ വരുന്നു. സോ ഇവിടെ നമുക്ക് കാണാൻ ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നിട്ട്, ഈ ബിയറിഷ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തൊട്ട് മുമ്പത്തെ ബുള്ളിഷ് ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈയും ലോയും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കുക? ബിയറിഷ് എൻഗൾഫിങ് എന്ന് നമുക്ക് വിളിക്കാം. ബിയറിഷ് എൻഗൾഫിങ്. ഇതാണ് എന്ത്? ഒരു ഫോർത്ത് ടൈപ്പ് ഓഫ് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്യാൻഡിൽ ടു ടൈപ്സ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സും കൂടെ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, 4 ടൈപ്സ് ഓഫ്, ലെറ്റ്സ് സേ 4 ടൈപ്സ് ഓഫ്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുവരെ കാണിച്ചത് എന്തായിരുന്നു? ഫസ്റ്റ് കാണിച്ചതാണ് സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്സാണ്, ഒറ്റൊരു ക്യാൻഡിൽ ഉണ്ടായിരുന്നല്ലോ. ഹാമർ, ഷൂട്ടിംഗ് സ്റ്റാർ, അത് രണ്ട് ട്രെൻഡിൽ നോക്കുമ്പോൾ ഒറ്റ ക്യാൻഡിലായിട്ടാണ് വരുന്നത്. രണ്ടാമത് കാണിച്ചത് എന്താണ്? ഡബിൾ ടൈപ്പ്, അതായത് മൾട്ടിപ്പിളാണ്, 2 ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു ബിയറിഷും ഒരു ബുള്ളിഷുമാണ് വന്നത്. അടുത്തതിലും എന്താണ്? ഒരു ബുള്ളിഷും ഒരു ബിയറിഷുമാണ് വന്നത്. സോ അടുത്ത ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ക്യാൻഡിൽസ് ഒരുമിച്ച് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വന്നാണ് നമുക്ക് വരുന്നത് ഒരു മോർണിംഗ് സ്റ്റാർ എന്ന് പറയും നമ്മൾ. ഓക്കെ, മോർണിംഗ് സ്റ്റാർ, അതൊന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഒരു ബിയറിഷ് ക്യാൻഡിൽ വരുന്നു. ഓക്കെ, അതിനുശേഷം ലെറ്റ്സ് സേ വി ഹാവ് എ ബുള്ളിഷ് ക്യാൻഡിൽ ലൈക്ക് ദിസ്. അതായത് നമുക്ക് മുകളിലും താഴെയുമായിട്ട് ഈക്വൽ റിജക്ഷൻ വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു ബോഡിയോട് കൂടെയുള്ളൊരു ക്യാൻഡിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് അതിന് ശേഷം നമുക്കൊരു ക്ലീൻ ബുള്ളിഷ് ക്യാൻഡിൽ കൂടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് കുഡ് ബി കോൾഡ് ആസ് വാട്ട്? മോർണിംഗ് സ്റ്റാർ. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു ബിയറിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു? ഒരു മോർ ലൈക്ക് ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്കിവിടെ ഫോം ചെയ്തു. ഈക്വൽ റിജക്ഷൻ അറ്റ് ഹൈ ആൻഡ് ലോ. നമുക്കൊരു സ്മോൾ ബോഡി ക്ലോസും കിട്ടി. അതിനുശേഷം വലിയൊരു മൊമെൻറ്റത്തോടു കൂടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി കോൾഡ് ആസ് വാട്ട്? മോർണിംഗ് സ്റ്റാർ. ഓക്കെ, ഇനി നമുക്കിതിനെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ലെറ്റ്സ് സേ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുന്നു. അടുത്തത് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. I'll draw and show like this. ഒരു ബിയറിഷ് ക്യാൻഡിൽ കിട്ടുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വരുന്നു? നമുക്ക് ക്ലീനായിട്ടൊരു ബിയറിഷ് ക്യാൻഡിലോട് കൂടെ ബോഡി ക്ലോസ് താഴോട്ടേക്ക് നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ദിസ് കുഡ് ബി കോൾഡ് ആസ് വാട്ട്? ഈവനിങ് സ്റ്റാർ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ വണ്ണാണ് എന്ത്? മോർണിംഗ് സ്റ്റാർ. അടുത്തതാണ് എന്ത്? ഈവനിങ് സ്റ്റാർ. ഓക്കെ, ഇതൊരു 3 ക്യാൻഡിൽസ് ഉൾപ്പെട്ടിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഹാമറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൂട്ടിംഗ് സ്റ്റാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് എങ്ങനെയായിരുന്നു? ഇങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു റിജക്ഷൻ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു. അതിനുശേഷം താഴെയുള്ള ക്യാൻഡിൽ എന്താവുന്നു? ഒരു ബിയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ബിയറിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനിവിടെ ഒന്നുകൂടെ കാണിച്ചു തരാം. ബിയറിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നു. ബുള്ളിഷ് എന്ന് പറയുമ്പോൾ എന്താ? താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ചെന്ന് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ലെറ്റ്സ് സേ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ അതേ ഒരു ലുക്കിലുള്ള ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാറാണ്. പക്ഷേ നമുക്ക് ക്യാൻഡിലിൻ്റെ ബോഡി ക്ലോസ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? നമുക്കൊരു ബുള്ളിഷ് ആയിട്ടാണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ താഴെ ഓപ്പൺ ചെയ്യുന്നു, മുകളിൽ ചെന്ന് ക്ലോസ് ചെയ്യുന്നു. സോ ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് എന്ത് വിളിക്കാം? ഇൻവേർട്ടഡ് ഹാമർ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻവേർട്ടഡ് ഹാമർ.
നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഹാമർ ക്യാൻഡിൽ എങ്ങനെയായിരുന്നു, ഇങ്ങനെയല്ലേ. സോ ഇതുപോലെ തന്നെ പ്രൈസ് താഴെ നിന്ന് പ്രോപ്പറായിട്ട് റിജക്ഷൻ തരുന്നു, പക്ഷേ ബോഡി ക്ലോസ് ചെയ്യുന്നത് ഒരു ബിയറിഷ് ബോഡി ആയിട്ടെന്ന് വിചാരിക്കാം. അതായത് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ ചെന്ന് ക്ലോസ് ചെയ്യുന്നു, അതാണല്ലോ ബിയറിഷ് ക്യാൻഡിൽ. സോ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം, ഹാങ്ങിങ് മാൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ ഒന്ന് ചെറുതായിട്ട് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് എല്ലാമല്ല കുറച്ച് ക്യാൻഡിൽ സ്റ്റിക്സ് ഞാൻ എന്ത് ചെയ്യുക, ഒന്ന് ചാർട്ടിൽ ഫൈൻഡ് ചെയ്ത് തരാം. 1 minute. Okay. ഫസ്റ്റ് ഓഫ് ഓൾ വിക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊന്ന് നോക്കൂ. ടു ഓൾ ദ ബിഗിനേഴ്സ് ഔട്ട് ദിയർ, സീ ദ പ്രൈസ് മൂവ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ കണ്ടോ പ്രൈസ് ഇവിടെ വരെ ബോഡി വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാണ് പ്രൈസ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ലോവർ ടൈം ഫ്രെയിംസിലോട്ട് പോകാം. 1 minute കാണിച്ചു തരാം, എന്നാൽ ഒന്നും കൂടെ ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സി, ജസ്റ്റ് വെയിറ്റ്, ലെറ്റ്സ് സീ ദ ഫോർമേഷൻ. നമുക്ക് ഓക്കെ, സി പ്രൈസിൻ്റെ ബോഡി ഫസ്റ്റ് ഇവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് എന്തായി, താഴോട്ടേക്ക് വന്നപ്പോൾ അത് വിക്ക്, വീണ്ടും ഇവിടെ വിക്ക് ഫോം ചെയ്താൽ കണ്ടോ. അതായത് ബോഡി ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത് എന്തായി മാറാണ്, അവിടെ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യുമ്പോൾ അത് ബോഡി വിക്കായി മാറാണ്. സോ വീണ്ടും കണ്ടോ പ്രൈസ് താഴോട്ട് വരുമ്പോൾ വീണ്ടും അതൊരു ബോഡി ആവുന്നു. സോ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, റിജക്ഷൻ അഥവാ വിക്ക് റിജക്ഷൻ മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇത് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ, ഇതെന്താണ്, ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ബിക്കോസ് എന്താണ്, നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിലിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആരോ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് പ്ലേസ് ആൻ ആരോ ഓൺ ദിസ് ക്യാൻഡിൽ. ഓക്കെ, നിങ്ങൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എന്താക്കുക, OHLC എന്നുള്ള വാല്യൂ കാണാം. O എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ ആണ്. H എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ആണ്. ദ ഹയസ്റ്റ് വാല്യൂ ക്രിയേറ്റഡ് ബൈ ദറ്റ് പെർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക്. L എന്ന് പറയുമ്പോൾ എന്താ, ലോവസ്റ്റ് വാല്യൂ ക്രിയേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ക്യാൻഡിൽ സ്റ്റിക്ക്. ക്ലോസ് എവിടെയാണോ ക്ലോസ് ചെയ്തത് അത്. സോ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഇതൊരു ഇൻവേർട്ടഡ് ഹാമറാണ്. ബിക്കോസ് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം 1.17425, ക്ലോസ് ചെയ്തത് എവിടെയാണ്, 1.17428. ഓപ്പൺ ചെയ്തതിനേക്കാൾ മുകളിലാണ് ക്ലോസ് ചെയ്തത്. സോ ദിസ് കുഡ് ബി കോൾഡ് ആസ്, പക്ഷേ എങ്ങനെയാണ്, ഹാമർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, താഴെ വെക്കും മുകളിൽ ബോഡിയാണ്. ഇവിടെ മുകളിൽ വെക്കും താഴെ ബോഡിയുമാണ്. ബട്ട് സ്റ്റിൽ അത് എന്തായിട്ടാണ് ക്ലോസ് ചെയ്തത്, ഒരു ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ ദിസ് കുഡ് ബി കോൾഡ് ആസ് എ ഇൻവേർട്ടഡ് ഹാമർ. ഓക്കെ, ഇനി നമുക്ക് ഇതെന്താണ്, ഇത് നമുക്കൊരു പ്രോപ്പർ ബിയറിഷ് ക്യാൻഡിലാണ് വിത്ത് വിക്ക് അറ്റ് ദ ടോപ്പ്, റൈറ്റ്. സോ നമുക്കതിനെ എന്ത് വിളിക്കുക, ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് നമുക്ക് വിളിച്ചൂടെ. ബിക്കോസ് എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് മുകളിൽ ബോഡി തന്നിട്ടുണ്ട്, താഴെ നമുക്ക് മുകളിൽ നമുക്ക് റിജക്ഷൻ തന്നിട്ടുണ്ട്, താഴെ നമുക്ക് ബോഡി തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട്, ഷൂട്ടിംഗ് സ്റ്റാർ. ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 ക്യാൻഡിൽസ് ഒരുമിച്ച് വരുമ്പോൾ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് കാണാം ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ്, അതിനുശേഷം നമ്മൾ ചെറിയൊരു ബുള്ളിഷ് ഫൈൻഡ് ചെയ്തു, പിന്നെ അതിനുശേഷം പ്രോപ്പർ ബുള്ളിഷ് ആൻഡ് മാർക്കറ്റ് ഈസ് കണ്ടിന്യൂയിങ് ദ അപ് ട്രെൻഡ്, റൈറ്റ്. സോ ഈ ഒരു 3 ക്യാൻഡിലും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കുക, നമുക്ക് മോർണിംഗ് സ്റ്റാർ എന്ന് നമുക്ക് വിളിക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ഈവനിങ് സ്റ്റാർ, ഇൻവേർട്ടഡ് ഹാമർ. ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് ലെറ്റ്സ് കോൾ ദം ആസ് ഹാങ്ങിങ് മാൻ, റൈറ്റ്. പിന്നെ ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഈ ഷൂട്ടിംഗ് സ്റ്റാർ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും, നമ്മളതിനെ ഷൂട്ടിംഗ് സ്റ്റാറിന് ഓപ്പോസിറ്റ് നമ്മളതിനെ ഹാമർ എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് ഹാമർ, മോർണിംഗ് സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് ഈവനിങ് സ്റ്റാർ. ഓക്കെ, സോ നമ്മൾ 3 ക്യാൻഡിൽ സ്റ്റിക്സ് ഞാൻ ചാർട്ടിൽ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 3 വുഡ് ബി എ വർക്ക് ഫോർ യു. സോ താങ്ക് യു ഗൈസ്, പ്ലീസ് വാച്ച് ദ വീഡിയോ, ആസ്ക് ഡൗട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.